ഈ കഥയിലെ പ്രധാന റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻകുട്ടി. ചെയ്തിരിക്കുന്ന കുരുത്തക്കേട് പറയുന്നതിന് മുമ്പ് ആളുമായിട്ടുള്ള ബന്ധമൊന്ന് പറയാവോ? ഈശ്വര, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. രാഘവേട്ടന് ചായ വേണ്ടല്ലോ. ഞാൻ എടുക്കാൻ പോയപ്പോ ചോദിച്ചതാ, അപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ, എന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ തന്നെ നോക്കി പഠിക്കണമല്ലേ. ഒരു കയ്യിലുണ്ടായിരുന്നത് അങ്ങ് പോവുകയും ചെയ്ത്. രാഘവേട്ട, നമ്മൾ ഒരാളെയും കണ്ട് ജീവിക്കാൻ നിൽക്കരുത്. അങ്ങനെ വരുമ്പോഴാ ഇനി അയാളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നോർത്ത് സങ്കടപ്പെടുന്നത്. ഒരാളും ഇല്ലെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും എന്നൊരു ഉറച്ച തീരുമാനം അങ്ങ് എടുക്കണമെന്നേ. ഭാമയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഈ പാതി ചെത്ത് ശരിയായിട്ട് ജീവിക്കുന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. മൊത്തത്തിൽ ഈ വീട്ടിലുള്ളവർക്ക് കഷ്ടകാലം രാഘവേട്ട. അത് അല്ലെങ്കിൽ ഇത്ര ഇല്ലാത്ത കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓർക്കണം. ഏത് മഹാഭാവിയാണോ എടുത്തോണ്ട് പോയത്? പോയവനും അതിന് ആരൊക്കെ കൂട്ടു നിന്നിട്ടുണ്ടോ അവരും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്ന ആലയും. ഇത്രയും ചെറിയ കുഞ്ഞിനോട് പോലും ദ്രോഹം കാട്ടിയവർക്ക് ദൈവം എന്ത് ശിക്ഷ കൊടുത്താലും മതിയാവുന്നത്? വെള്ളം കിട്ടാതെ നരകിച്ചേ മരിക്കും. എന്തിനാ ഇങ്ങനൊക്കെ പ്രാവുന്നേ? ആ കൊച്ചു നമുക്ക് വലിയൊരു ബാധ്യതയായിരുന്നു. അത് പോയത് തന്നെ നല്ല കാര്യം നമ്മളെ ഞാൻ ഇരിക്കുന്നേ. എങ്ങനെ രാഘവേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? ആ കുട്ടി വന്നപ്പോ കുറച്ച് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. പക്ഷേ അതിന്റെ സ്വന്തക്കാർക്കൊന്നും ആ കൊച്ചിനെ കൊണ്ട് ഒരു സന്തോഷം ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ അതിനുണ്ട് കൊണ്ട് നിർത്തുമായിരുന്നു. വല്ല പിച്ചക്കാരെടുത്തോണ്ട് പോയിരിക്കുന്നേ. വല്ല കൈ പൊള്ളിച്ചോ കണ്ണുകുത്തി പൊട്ടിച്ചോ കുറച്ചുകൂടെ വലുതാകുമ്പോഴേ തെണ്ടായിരുത്താലോ. അങ്ങനെയാണെങ്കി കൊണ്ടുപോയവന്മാരുടെ തലയിൽ ഇടിത്തി വീഴും. ഞാൻ പറഞ്ഞാലേ ഫലിക്കും. എന്റെ നാക്ക് കരുനാക്ക. എന്തിനാ തുപ്പുന്നേ? ഒരു ബന്ധുവില്ലാത്ത കൊച്ചിന് വേണ്ടിട്ട് നീ ഇങ്ങനെ പ്രാവുന്നേ? രാഘവേട്ട, നമ്മുടെ വീട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. ആ ഒരു സങ്കടം എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയാലേ മാറുള്ളൂ. ഇനി എനിക്ക് ഒരു നേർച്ചയും കൂടെ നടത്താനുണ്ട്. അത് നേർന്ന എന്റെ ഭഗവതി. കുഞ്ഞിനെ എടുത്തവരും ഭ്രാന്ത് തുള്ളി എവിടെ നിന്നാണോ എടുത്തത് കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് വെക്കും. ഇനി ആ നേർച്ച കൂടെ എനിക്ക് നേരാനുള്ളൂ. എന്റെ പൊന്നുഭാമേ, ചുമ്മാ നീ ആവശ്യമില്ലാത്ത നിൽക്കല്ലേ. ആ കൊച്ചിന്റെ സ്വന്തക്കാർക്കെല്ലാം നിനക്കെന്തിനാ? അതെ, നിങ്ങൾക്കൊന്നും അത് പറഞ്ഞ മനസ്സിലാവത്തില്ല. 10 മാസം മനസ്സിലിട്ട് താലോലിച്ച് വളർത്തിയ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നൊരു അമ്മ അറിയുമ്പോ ആ അമ്മയുടെ വേദന അത് അവർക്കേ അറിയാൻ പറ്റൂ. ആ അമ്മ മനസ്സൊരുക്കി ഒന്ന് ശപിച്ചാലുണ്ടല്ലോ, നിന്ന നിപ്പി ഭസ്മമായി പോവും. ഈ തട്ടിക്കൊണ്ടു പോയവരും അതിന്റെ പിന്നിലുള്ള എല്ലാരും. സത്യം, ഫോൺ അടിക്കുന്ന കണ്ടോ? കണ്ടോ? എടുക്ക. ഇതിപ്പോ വിളിക്കാനാ? ഹലോ, ആ അതെ, രാഘവനാരാ. അയ്യോ, ചതിച്ചോ? അയ്യോ, രാഘവട്ട, എന്തു പറ്റി? എന്ത് സംഭവിച്ചേ? ആരെ വിളിച്ചത്? നമ്മുടെ പിള്ളക്ക് ആക്സിഡന്റ് ആയെന്ന്. അയ്യോ, അയാൾ സഞ്ചരിച്ച ഓട്ടോ മറിഞ്ഞെന്ന്. അയ്യോ, രാഘവട്ട എന്തു പറ്റി? എന്തു പറ്റി രാഘവേട്ട? എടിപ്പൊന്നി, ആ മരുന്ന് എടുത്തോണ്ടോ വലിക്കാനുള്ളത്? ശരി സത്യാമ്മേ. രാഘവേട്ട ഹോസ്പിറ്റലിൽ പോവാം. കിട്ടിയാ മതി. പൊന്നി പെട്ടെന്നാവട്ടെ. രാഘവേട്ട, എന്റെ ഭഗവാനെ, എന്നാലും ആ പിള്ളക്ക് അയാൾക്ക് എന്തോ
ശിവനെന്താ ഇവിടെ? ഉം. മേഡം, ഇവരൊക്കെ ആരെല്ലാമാണെന്ന് മേഡത്തിന് അറിയാലോ. എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്താം. കാരണം ഒരു വലിയ ചതിയുടെ കഥ, ഒരു വിശ്വാസവഞ്ചന ഇവരിൽ എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തി പറയുന്നതാവും അതിന്റെ ഒരു ശരി. ഈ കഥയിലെ പ്രധാന റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻകുട്ടി. ചെയ്തിരിക്കുന്ന കുരുത്തക്കേട് പറയുന്നതിന് മുമ്പ് ആളുമായിട്ടുള്ള ബന്ധമൊന്ന് പറയാവോ? എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ അമ്മാവനാ. അതായത് കാണാതായ കുട്ടിയുടെ അമ്മയെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളിന്റെ അമ്മാവൻ. സ്വാഭാവികമായും അവരുടെ ലൈഫ് കോടതിയിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് ഈ അമ്മാവന് അവരുടെ കഥയിൽ നല്ല റോളുണ്ട്. ആ റോള് എന്താണെന്ന് മാഡത്തിന് കേൾക്കണ്ടേ? സ്വന്തം അനന്തരവന്റെ ഭാര്യയെ എന്നേക്കുമായി കൊല്ലാൻ നോക്കുക. കൊല്ലാൻ നോക്കിയെന്നോ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് മുമ്പ് കുട്ടിയുടെ അമ്മയെയാണ് കൊല്ലാൻ നോക്കിയത്. അതും ചികിത്സിക്കുന്ന ഡോക്ടറെ സ്വാധീനിച്ച്. പറഞ്ഞു കൊടുക്കണോ? അത് അന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണോ? അത് അന്ന് തന്നെ കഥ അവിടെ തീരുന്നില്ല. അമ്മയെ കൊല്ലാനുള്ള ശ്രമം നടക്കാതെ ആയപ്പോ അടുത്ത ശ്രമം കുട്ടിയുടെ ജീവൻ എടുക്കുക എന്നതായി. അതിന് ഇയാള് പറയുന്ന കാരണമാണ് വിചിത്രം. ഈ കുട്ടിയും അമ്മയും ജീവിച്ചിരുന്ന കൊച്ചിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ ഭാര്യയുമായിട്ടുള്ള ജീവിതം ശോഭനമാവില്ല എന്ന്.